അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവിൻ്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പല കാര്യങ്ങളും അറിയുന്നില്ലെന്ന് ടിനി ടോം ഉൾപ്പെടെയുള്ള താരങ്ങൾ വിവരിച്ചിരുന്നു. ലിഡിയ ജേക്കബ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ലിഡിയ, അമ്മയിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. അമ്മ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന തൊഴിൽ പീഡന പരാതി, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, ഇതിലെല്ലാമാണ് ഒരു അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ജനറൽ സെക്രട്ടറിക്കും ട്രഷറർക്കുമെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നത്. ആ അമ്മയുടെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ആളുകൾ തന്നെയാണ് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും അടക്കം ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലിനെതിരെ നടപടിയെടുത്തിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. മാത്രമല്ല, പക്ഷേ ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിരുന്നില്ല. പക്ഷെ വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ അതൃപ്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ടിനി ടോം അടക്കമുള്ള ആളുകൾ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും തുറന്നടിക്കുകയും ഒക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നിലവിൽ ജനറൽ സെക്രട്ടറിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ പ്രസിഡന്റ് ഒരു കാര്യങ്ങളും, അതായത് ഈ സംഘടനയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ടിനി ടോം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സ്ഥാനം ജനറൽ സെക്രട്ടറിയും ട്രഷററും ദുരുപയോഗം ചെയ്തു. മാത്രമല്ല, ബൈലോ പ്രകാരം ഇതിനു മുൻപ് ജനറൽ സെക്രട്ടറിക്കായിരുന്നു നിലവിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത്. മുൻപ് ഇടവേള ബാബു ഉണ്ടായിരുന്നപ്പോൾ ഇടവേള ബാബു ആയിരുന്നു ഈ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അതേ ബൈലോ തന്നെ ഇപ്പോൾ പിന്തുടർന്നു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാമ്പ് ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മുൻപത്തെ അപേക്ഷിച്ച് കാര്യങ്ങളൊന്നും തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മറ്റുള്ള ആളുകൾ അറിയുന്നില്ല. അതിന്റെ ഒരു അനന്തരഫലം കൂടിയാണ് ഇപ്പോൾ വരുന്ന ആരോപണങ്ങളെന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അവരത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് കൃത്യമായി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബൈലോ അടക്കം തിരുത്തേണ്ടത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാനാണ് ഈ ഒരു അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ബൈലോ തിരുത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ അത് പരിഗണിക്കും. മാത്രമല്ല, ഈ കുക്കു പരമേശ്വരനെതിരെ ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ ഈ ഓഫീസ് സ്റ്റാഫിനെ തിരിച്ചെടുക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു അതൃപ്തി ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ ഇതിനുള്ളിൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയുന്നത്. അൻസിബ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നുകൂടി അറിയുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അടിയന്തര യോഗം ചേർന്ന് അത് പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് അമ്മ കടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 10 മണിക്കാണ് യോഗമുള്ളത്. അതിൽ വിശദമായി കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.